ദക്ഷിണേന്ത്യയിലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പിക്ക് ആധിപത്യമില്ല എന്നുള്ളതാണ് സത്യം. ചെന്നൈ നഗരത്തിൽ വരുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളിലും ഡി എം കെ സഖ്യത്തിനുള്ള ആധിപത്യമാണ് ഉള്ളത്. ബാംഗ്ലൂരിൽ വരുന്ന എല്ലാ മേഖലകളിലും ഇക്കുറി ബി ജെ പിയെ തകർത്തുകൊണ്ട് കോൺഗ്രസ് മുന്നേറും എന്ന ആഭ്യന്തര സർവേ വരുമ്പോൾ അത് വല്ലാതെ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ്. ഹൈദരാബാദിലെ സംഭവം മറ്റൊന്നല്ല. അവിടെ OICയുടെ AIMIMന് ഇത്തവണ അതിശക്തമായ പോരാളിയായി കോൺഗ്രസ് നേതാവ് തന്നെ മത്സരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അസറുദ്ദീൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. OICയുടെ വർഗീയതയൊന്നും ഇക്കുറി ചിലവാവുകയില്ല. കോൺഗ്രസ് അതിശക്തമായി മുന്നേറുക തന്നെ ചെയ്യും. ഇത്തവണ കോൺഗ്രസിൻ്റേത് ഒരു വെറും വിജയമായിരിക്കില്ല. ദക്ഷിണേന്ത്യ തൂത്തുവാരുകയും മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ ആധിപത്യം എന്താണ് കോൺഗ്രസിൻ്റേത് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ഉത്തരേന്ത്യ മുഴുവൻ അവരുടെ കൈവശമാണ് എന്ന അധികാര ഹുങ്കിന് മറുപടി കൊടുക്കുക കൂടി ആവശ്യമാണ്. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വഴിമാറുന്നുണ്ട് കാര്യങ്ങൾ. ബി ജെ പിക്ക് പ്രതികൂലമാകുമ്പോൾ അവർ അവരുടെ സഹായത്തിനായി വിളിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണ്. അവരെ ദുരുപയോഗപ്പെടുത്തി എതിരാളികളെയെല്ലാം അങ്ങ് ജയിലഴിക്കുള്ളിലേക്കാക്കാം എന്നുള്ള അവരുടെ അതിമോഹമാണ് ഇപ്പോൾ പല രീതിയിലും സുപ്രീം കോടതിയുടെ പ്രഹരമായി വരുന്നത്. കോടതി തന്നെ കൃത്യമായി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുത്തപ്പോൾ ശരിക്കും പകച്ചുപോയി. എന്നാൽ ബി ജെ പി വീണ്ടും സടകുടഞ്ഞുകൊണ്ട് പല രീതിയിലും ഗിമിക്കുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഗിമിക്കുകളെ പൊളിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. വേണ്ടത്ര സന്നാഹങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത് എന്ന് പരോക്ഷമായി പറഞ്ഞവരോട് ഞങ്ങൾ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് എന്ന് കൃത്യമായി പല ഉദാഹരണങ്ങൾ സഹിതം വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയെ മാത്രമല്ല, സഖ്യകക്ഷിയിലെ ഏത് നേതാവിനെതിരെയുള്ള നീക്കമായിരുന്നാലും അത് ഒരുമിച്ച് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നത്. ഈ പടയൊരുക്കം അതിസാഹസികമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു പോരാട്ടം. ലോക്സഭയിൽ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, ഭാരതത്തിൻ്റെ അഖണ്ഡതയെ സംരക്ഷിക്കാൻ വേണ്ടി, ഭാരതത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പോരാട്ടം അതാണ് ഇവിടെ നടക്കുന്നത്. 62% ആളുകളും അല്ലെങ്കിൽ വോട്ടർമാരും ബി ജെ പിക്ക് എതിരായിയാണ് വോട്ട് ചെയ്യുന്നത്. എന്നിട്ടും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾ എന്ന് പറയുന്നു. വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല, സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ. വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പുറകിൽ തന്നെയാണ്. 50%-ലോ അതിൽ കൂടുതലോ വോട്ടൊന്നും ബി ജെ പി ഇന്നേ വരെ കരസ്ഥമാക്കിയിട്ടില്ല. സ്വതന്ത്ര ഭാരതത്തിൽ പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 50%-ൽ പരം വോട്ടുകൾ കരസ്ഥമാക്കിയ ചരിത്രമുണ്ട്. ഇന്ത്യയിലെ ജനസമ്മതിയുടെ 35% പോലും നേടിയിട്ടില്ലാത്തൊരു പാർട്ടി പറയുന്നു ഇന്ത്യ മുഴുവൻ ഞങ്ങളാണ് ഭരിക്കുന്നതെന്ന്. അപ്പോൾ 65% വോട്ട് ചെയ്ത പ്രതിപക്ഷത്തുള്ളവർ വിഡ്ഢികളാണോ? വലിയ ചോദ്യങ്ങൾ അവിടെയും ആരായുകയാണ്. പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യം കൊണ്ടാണ്. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ചരിത്രപരമായ വിജയം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ.